നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെ വിധി എന്താണ്? നിസ്കാരത്തിന്റെ റുക്നാണ്. നിസ്കാരത്തിന്റെ റുക്നാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അത് ഒഴിവാക്കിയാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ്, അല്ലെങ്കിൽ ആ റക്അത്ത് ബാത്തിലാകും. സാഹചര്യങ്ങൾ പോലെ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരമില്ല. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. അതാണ് ഇമാം ബുഖാരി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സ്വലാതൻ, ആരെങ്കിലും ഒരു നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ലം യഖറ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചാൽ ഫഹിയ ഖിദാജ് ഫഹിയ ഖിദാജ് ഫഹിയ ഖിദാജ്, ആ നിസ്കാരം പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. മനസ്സിലായോ? അപ്പോൾ ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഓതണം. ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. വ്യക്തമായി നമ്മൾ പഠിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ നാടുകളിലുള്ള തുല്ലാബുകളുടെ അരികിൽ, വിദ്യാർത്ഥികളുടെ അരികിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ നാട്ടിലുള്ള മസ്ജിദിലെ ഇമാമിന്റെ അരികിൽ പോയിക്കൊണ്ടെങ്കിലും സൂറത്തുൽ ഫാത്തിഹ വ്യക്തമായി അതിന്റെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന്റെ അക്ഷരങ്ങൾ നല്ല രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ചില ആളുകളൊക്കെ കരുതി നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല, നല്ല ഒരു കാരിയുടെ അരികിൽ പോയി ഓതിയാലാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹ നമ്മൾ വ്യക്തമായിട്ട് ഓതാൻ വേണ്ടി പരിശ്രമിക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഫാത്തിഹ എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. നേരത്തെ വായിച്ച ഖുദ്സിയായ ഹദീസിലുള്ളതുപോലെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മെക്കുറിച്ച് അള്ളാഹു സംസാരിക്കും. അപ്പോൾ അള്ളാഹു നമ്മെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ നല്ല രൂപത്തിൽ പഠിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ കുറവാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ വ്യക്തമായി നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് നാളെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റന്നാളെ ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് പ്രായമായില്ലേ, അതൊന്നും നമ്മൾക്ക് ഒരു കാരണമായിട്ട് പറയാൻ പാടില്ല. ഇന്ന് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പല മാർഗങ്ങളും ഉണ്ട്. ഇനി നമുക്ക് എവിടെയും പോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട്, പറ്റുമെങ്കിൽ പോയിട്ട് തന്നെ പഠിക്കണം, പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് യൂട്യൂബിൽ ഏതെങ്കിലും ഖാരികൾ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിന്റെയോ അല്ലെങ്കിൽ അലി അൽ ഹുദൈഫിയുടെയോ ആരുടെയെങ്കിലും ഖിറാഅത്തുകൾ കേട്ടിട്ട് ഫാത്തിഹ ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ ഉച്ചാരണങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ അതിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പഠിക്കുക. ഇതൊന്നും കളിതമാശയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ചെറുപ്പത്തിലെ നിസ്കരിക്കുന്ന ഇപ്പോഴും ഇങ്ങനെ നിസ്കരിക്കുന്നത്, അങ്ങനെയുള്ള നിസ്കാരത്തിനെ അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യം. മറിച്ച് നല്ല രൂപത്തിൽ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യം. അതുകൊണ്ട് ഫാത്തിഹ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുക. ആദ്യമായി നമ്മൾ വ്യക്തമായി ഫാത്തിഹയുടെ അക്ഷരങ്ങളൊക്കെ സ്ഫുടമായി നമ്മൾ പറയാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പറ്റുന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങൾ നമ്മൾ പഠിക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങളും നമ്മൾ പഠിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നല്ലൊരു ഗ്രന്ഥമുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ചില പ്രത്യേകതകളും അതിന്റെ ആശയങ്ങളും ഒക്കെ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് മറ്റൊരു മജ്ലിസിൽ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അത് വായിക്കാം. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓരോരോ ആയത്തുകളിൽ നിർത്തി ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഓരോരോ ആയത്തുകളിൽ നിർത്തി ഓതുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തഉ ഖിറാഅതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓത്തുകൾ മുറിച്ചാണ് ഓതാറുള്ളത്. യഖറഉ, അവിടുന്ന് പാരായണം ചെയ്യും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുമ്മ യഖിഫ്, പിന്നീട് പ്രവാചകൻ നിർത്തും, പിന്നീട് ഓതും അർറഹ്മാനിർ റഹീം വയഖിഫ്, അവിടെ നിർത്തും, സുമ്മ യഖറ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതിയതിനു ശേഷം അവിടെ നിർത്തിക്കൊണ്ടാണ് ഓതാറുള്ളത്. അങ്ങനെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അത് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അന്നശ്റു ഫിൽ ഖിറാഅത്തിൽ അശർ എന്ന ഗ്രന്ഥത്തിൽ ഹദീസുൻ ഹസൻ, അത് സ്വീകരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആയത്തുകളുടെ അവസാനത്തിൽ നിർത്തി ഓതുക എന്നുള്ളതാണ്. നമ്മൾ സുന്നത്ത് സ്കരിക്കുമ്പോഴേക്ക് ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അതല്ല സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നുള്ളത് റഅസുൽ ആയയിൽ, അതായത് ഓരോരോ ആയത്തിന്റെ അവസാനത്തിൽ നിർത്തി ഓതുക എന്നുള്ളത്. ഇതൊന്നും നമ്മൾ നിസ്സാരമായി എടുക്കരുത്.
പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. അതുകൊണ്ട് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോഴും അതുപോലെ തന്നെ മറ്റിതര സൂറത്തുകൾ ഓതുമ്പോഴും ഓരോരോ സൂറത്തിൽ ഓരോരോ ആയത്തിൽ നിർത്തി നിർത്തി ഓതുക. ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അന്ന ഖിറാഅത നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത് ആയതൻ ആയ, പ്രവാചകന്റെ ഖിറാഅത്ത് അവിടുത്തെ ഖുർആൻ പാരായണം ഓരോരോ ആയത്തായിട്ടായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഇമാം സുഹ്രിയിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലായില്ലേ? ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോ ആയത്തിൽ നിർത്തി നിർത്തി ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിനെ കുറിച്ച്, അത് ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള വിഷയം. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അമ്മൽ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫഹിയ ആയത്തുൻ ഫീ കിതാബില്ലാഹ്, അത് ഖുർആനിലുള്ള ഒരു ആയത്താണ്, അത് ഖുർആനിലുള്ള ഒരു ആയത്താണ്. വലാകിന്നഹാ ലൈസത് ആയതൻ മിൻ കുല്ലി സൂറ, എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഖുർആനിലുള്ള ഒരു ആയത്താണ്. എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഖുർആനിലുള്ള ഹിയ ആയത്തുൻ മുസ്തഖില്ല, ഒരു ആയത്താണ്. യുഅ്താ ബിഹാ ഫീ കുല്ലി സൂറത്തിൻ സിവാ സൂറത്ത് ബറാഅ, സൂറത്തു തൗബയുടെ തുടക്കത്തിലല്ലാതെ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. പക്ഷേ എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്തല്ല അത്, എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്തല്ല അത്. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നമ്മൾ പറഞ്ഞു, അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല. ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ നമ്മളിവിടെ പറഞ്ഞ കാര്യം, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയാണ്, ബസ്മല എന്നുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഹിയ ആയത്തുൻ ഫീ കിതാബില്ലാഹ്, അത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ഒരു ആയത്താണ്. വലാകിന്നഹാ ലൈസത് ആയതൻ മിൻ കുല്ലി സൂറ, എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഒരു സെപ്പറേറ്റ് ആയത്താണ്. ഏത് സൂറത്ത് ഓതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് തുടക്കത്തിൽ പറയണമെന്ന് മാത്രം. അതല്ലാതെ എല്ലാ സൂറത്തിന്റെയും പ്രാരംഭത്തിലുള്ള ഒരു ആയത്തായിട്ടല്ല അതിനെ ശറഅ് പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹയുടെയും അഭിപ്രായം. മനസ്സിലായോ? അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്താണെന്ന കാര്യത്തിൽ എന്തില്ല? തർക്കമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവിടുന്ന് എഴുതപ്പെട്ട എല്ലാ മുസ്ഹഫുകളിലും എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. മുഹമ്മദ് അൽ ആഖിബ് അശ്ശൻഖീതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കശ്ഫുൽ അമ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, റസ്മുൽ കിതാബി സുന്നത്തുൻ മുത്തബഅ കമാ നഹ അഹ്ലുൽ മനാഹിൽ അർബഅ ലിഅന്നഹു ഇമ്മാ ബിഅംരിൽ മുസ്തഫ ഔ ബിഇജ്തിമാഇർ റാഷിദീൻ അൽ ഖുലഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമോ അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ നിർദ്ദേശപ്രകാരമോ ആണ് മുസ്ഹഫുകൾ എഴുതപ്പെട്ടത്. ആദ്യ കാലഘട്ടത്തിൽ അന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ മുസ്ഹഫുകളിൽ എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഫാത്തിഹയിൽ പെട്ടതാണോ ഇല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു, എല്ലാ സൂറത്തിലും പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ഓതണം, അതിൽപ്പെട്ട ആയത്താണ്. അതാണ് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം. വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക, ഫാത്തിഹയ്ക്ക് മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഫഇദാ ഇൻതഹാ മിനൽ ഫാത്തിഹ, ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ യഖൂലു ആമീൻ, അവിടെ എന്ത് പറയുക? ആമീൻ പറയുക. വമഅനാഹ, അതിന്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. നമ്മള് ഫാത്തിഹ എന്നുള്ളത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ അളമത്തും അവന്റെ മഹത്വവും ഒക്കെ പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോടുള്ള റഗ്ബത്തും റഹബത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ശരിയായ മാർഗത്തിൽ എന്നെ നീ നയിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ എന്ത് പറയുക? ആമീൻ എന്ന് പറയുക. അഥവാ അള്ളാഹുവെ നീ ഈ ദുആക്ക് ഉത്തരം നൽകണം, ഈ ദുആക്ക് നീ ഉത്തരം നൽകണം. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി ആമീൻ പറയുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ മസ്ജിദിൽ ഒരു കൂട്ടമായി എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളും പറയാ എന്ന രൂപത്തിൽ പറയുന്നവരുണ്ട്.
അങ്ങനെ ചെയ്യരുത്. മറിച്ച് നമ്മൾ ആമീൻ പറയുന്ന സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്താണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം.